ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ ഉടൻ നടക്കുമെന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലാൻഡ്സിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആണവ പദ്ധതികൾ തകർത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായി ഇനിയൊരു ആണവ കരാറിന്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിലും ട്രംപ് സംശയം പ്രകടിപ്പിച്ചു. ഇറാനിലെ ആണവ പദ്ധതികൾ തങ്ങൾ നശിപ്പിച്ചു. ഇറാന് ആണവായുധങ്ങൾ ഇനി ഉണ്ടാക്കാനാകില്ലെന്നും അത് തനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്നും അതിനാൽ ഇറാനുമായി ഒരു കരാർ ഒപ്പുവെക്കണമെന്ന താൽപര്യം തനിക്കില്ലെന്നും ട്രംപ് ഹേഗിൽ വ്യക്തമാക്കി. എങ്കിലും ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ ഉടൻ നടക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, ആണവ ശാസ്ത്രജ്ഞർ, മിസൈൽ പദ്ധതികൾ എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലൊന്നായ ഫോർദോയിൽ കനത്ത ആക്രമണമാണ് നടത്തിയതെന്നും ഫോർദോ ഭീകരമായി തകർന്നിരിക്കുന്നുവെന്നും ഫോർദോയുടെ ഭൂഗർഭ നിലയത്തിൽ ഇനി തകരാൻ ബാക്കിയൊന്നുമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇറാനുമായുള്ള യുദ്ധം വീണ്ടും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നും ഇപ്പോഴത്തെ ഇറാന്റെയും ഇസ്രായേലിന്റെയും വെടിനിർത്തൽ ആവശ്യമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ ഇറാന്റെ വെടിനിർത്തൽ ലംഘനവും ട്രംപ് ചൂണ്ടിക്കാട്ടി. അതേസമയം യുദ്ധത്തിൽ ഇറാനെതിരെ അടിയന്തരമായി പ്രവർത്തിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യുഎസിനെ നിർബന്ധിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ സമ്മർദ്ദം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് തന്റെ സ്വതന്ത്ര തീരുമാനത്തിൽ നിന്നും പ്രവർത്തിച്ച പ്രകാരമുള്ള സൈനിക നടപടിയാണ് ഇറാനിൽ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാനിലെ ഓപ്പറേഷനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അമേരിക്ക ഇന്ന് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.